നമസ്കാരം. അങ്ങനെ ഞെട്ടിക്കുന്ന എവിക്ഷനാണ് നടന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റാരുമല്ല, ശ്രീരേഖയും അൻസിബയും പുറത്തായി എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. ഇവിടെ ഇതുവരെ നമ്മൾ കുറെ ന്യൂസുകൾ വരുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ജാൻമണി പുറത്തായി എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. എനിക്ക് ഇതുവരെ കിട്ടും കൺഫർമേഷൻ കിട്ടിയില്ല. ഇപ്പൊ അറിയാൻ കഴിയുന്നത് ശ്രീരേഖയും അൻസിബയും പുറത്തായി എന്നുള്ള ഒരു ന്യൂസാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുവരെ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഞാൻ പറയാം, ഞാനത് വെറുതെ പറഞ്ഞു. ശ്രീരേഖ ഔട്ടായിട്ടില്ല, അൻസിബയും ഔട്ടായിട്ടില്ല. കാരണം ചിലവർ ഈ തംബ്ലൈൻ നോക്കി ഓടുന്നവരുണ്ട്. അതുകൊണ്ട് കുറച്ചു നേരം കാണുന്നവർക്ക് മാത്രം ഈ സത്യം അറിഞ്ഞാൽ മതി. ഞാൻ അറിഞ്ഞത് ആരും ഔട്ടായില്ലെന്നുള്ളതാണ്. അതായത് ഒരു എവിക്ഷനും പോലും നടന്നിട്ടില്ല എന്നുള്ള സംഭവമാണ് ഇതുവരെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അതല്ല, ഈ ജാൻമണി പോലും ഔട്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നോ എവിക്ഷൻ ഡേ ആയിരിക്കാം. ഇതുവരെ എന്തായാലും എവിക്ഷൻ ഒന്നും നടന്നിട്ടില്ല. ഈ പറഞ്ഞ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നും അറിയത്തില്ല. എന്തായാലും ഇന്ന് ശനിയാഴ്ച ദിവസം ഒരു എവിക്ഷനുമില്ല, ഞായറാഴ്ചയും ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി ഈ പറയുന്ന ജാൻമണിയുടെ കേസ് എനിക്കറിയത്തില്ല, ചിലപ്പം ഇനി എവിക്റ്റ് ആയോ. എനിക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നോ എവിക്ഷൻ ആണെന്നുള്ളത്. നമുക്ക് വീണ്ടും കാണാം. ശരി.